സിനിമ നിഷേധിച്ചതല്ല വിനോദിനിയെ, സിനിമയെ ഉപേക്ഷിച്ചു പോന്നതാണ് ഇവർ. അതും ഈ കലാകാരിക്കുമേൽ പ്രശസ്തി കുടപിടിച്ചു നിൽക്കുമ്പോൾ തന്നെ. ഒരു ചലച്ചിത്ര താരത്തിന്റെ പ്രൗഢമായ അലങ്കാരങ്ങൾ വേണ്ടെന്ന് വയ്ക്കാൻ വിനോദിനിയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ പലതായിരുന്നു. അന്നത്തെ കാലത്തൊന്നും ഇങ്ങനെയല്ല. സിനിമയിലൊക്കെ അഭിനയിക്കുന്നത് ഭയങ്കര മോശമാണ്. കാരണം അന്ന് പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്, വിമൻസ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ സീനിയേഴ്സിലേതൊരു കുട്ടി സിനിമയിൽ അഭിനയിച്ചു. അത് തിരിച്ചു വന്നപ്പോൾ പിള്ളേരോട് കൂവും കല്ലെറും ഒക്കെ ചെയ്തു. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ ആദ്യമൊന്നും ഈ ദേവികന്യമാർ അഭിനയിക്കുന്നതൊന്നും ഈ ന്യൂസൊന്നും വെളി വെട്ടേയില്ല. ഞാൻ പറഞ്ഞു പറയാൻ പറ്റില്ല, അത് പുറത്ത് പറയരുത്. പക്ഷേ എങ്ങനെയാലും അറിയുമല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലം വ്യത്യാസമാണ്. ഇന്നിപ്പോൾ സിനിമയിൽ അഭിനയിക്കുന്ന വെച്ചാൽ ഭയങ്കര ഒരു ക്രെഡിറ്റാണ്. അന്ന് അങ്ങനെയല്ലായിരുന്നു. അപ്പോൾ പിന്നെ ചില സമയത്ത് നമുക്ക് ഭയങ്കര ഞാൻ വളരെ സെൽഫ് കോൺഷ്യസ് ആയിപ്പോയി. കാരണം ഈ അഭിനയിച്ച സമയത്തൊക്കെ പുറത്ത് പോകുമ്പോൾ വേറെ കോളേജിലൊക്കെ പിള്ളേരൊക്കെ ഇങ്ങനെ വിളിക്കും, ദേവി കന്യാകുമാരി എന്നൊക്കെ വിളിക്കും. അതൊക്കെ ഒരു ചമ്മലായിരുന്നു. അപ്പോൾ അത് ഞാൻ ഭയങ്കര സെൽഫ് കോൺഷ്യസ്, അതുകൊണ്ട് എനിക്കത് ഭയങ്കര ചമ്മലായതുകൊണ്ട് ഈ അങ്ങനെ റെക്കഗ്നൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു ആ സമയത്തൊക്കെ. പിന്നെ ഇപ്പോൾ ഇത്രയും വലിയ ഗ്യാപ്പ് വന്നു. എന്നാൽ പോലും ഇപ്പോഴും ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ആരുടെ ഇയാളല്ലേ ദേവി കന്യാകുമാരി ദേവിയായിട്ട് അഭിനയിച്ചെന്നൊക്കെ ചോദിക്കും. ഇതിൻ്റെ പേരിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ക്രൗഡ് ചെയ്യുന്ന മോബ് ചെയ്യുന്ന അതൊന്നും എനിക്കിഷ്ടമല്ല. സിനിമ വിട്ട് പഠിത്തത്തിൽ ശ്രദ്ധിക്കുകയും ഉന്നത ബിരുദങ്ങൾ സമ്പാദിക്കുകയും ചെയ്തു വിനോദിനി. ഒരു ഉദ്യോഗസ്ഥയുടെ ജീവിതം മോഹിച്ചെങ്കിലും അതിനുള്ള ഭാഗ്യമുണ്ടായില്ല. പക്ഷേ ഒരിക്കലും കിട്ടാതെ പോയ പദവികളെക്കുറിച്ച് ഓർത്ത് നിരാശപ്പെട്ടിട്ടില്ല ഇവർ. മറിച്ച് കിട്ടിയ സൗഭാഗ്യങ്ങളിൽ സന്തോഷിക്കുകയാണ് ചെയ്തത്. ജോലിക്ക് പോകണമെന്ന് എനിക്ക് അത്ര വലിയ നിർബന്ധമില്ലായിരുന്നു. എനിക്ക് അന്നൊന്നും ഈ സോഷ്യോളജി എൻ്റെ സബ്ജക്റ്റ് വളരെ റെയറായിരുന്നു അന്ന്. അപ്പോൾ ഈ NSS കോളേജ് അങ്ങനത്തെ കോളേജസിൽ മാത്രമേ ഉണ്ടായിരുന്നു. വളരെ റെയറായിരുന്നു, കോളേജസിന് റെയറായിരുന്നു. പിന്നെ അന്നൊക്കെ എല്ലാവരും പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ ബാങ്കിൽ പോകുന്ന പണി എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. കോളേജിൽ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു എത്രയോ ലക്ഷം രൂപ കൊടുക്കണം എന്നാലേ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ റാങ്കും വാങ്ങിച്ചിട്ട് ഞാൻ എന്തിനാണ് പൈസ കൊടുക്കുന്നത്, അതിനെക്കാട്ടിലും വീട്ടിലിരിക്കുന്ന നല്ലത്. പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലിയും ഷിഫ്റ്റുള്ള ജോലിയായിരുന്നു. അപ്പോൾ നൈറ്റ് ടൈമൊക്കെ വരുമ്പോൾ അപ്പോൾ എനിക്കും കൂടി ജോലിയായത് പ്രയാസമായിരിക്കും. അങ്ങനെ പോയില്ല. പിന്നെ ഒരിക്കൽ ജോലി ഇല്ലാതെ അത് സൂചിച്ച് കഴിഞ്ഞാൽ പിന്നെ ജോലിക്ക് പോകാൻ തോന്നില്ല. ഞാൻ ബേസിക്കലി ഒരു ഫാമിലി പേഴ്സൺ. എനിക്ക് വീട് വിട്ട് അതാണ് ഒരു കാര്യം ജോലിക്ക് പോകാത്തതിൻ്റെ. അപ്പോൾ എനിക്കങ്ങനെ വീട് വിട്ട് അകന്ന് നിൽക്കുന്നത് അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് ചിലപ്പോൾ അതിനൊക്കെ ചേർന്നിട്ടുള്ള സാഹചര്യമാണ് ചിലപ്പോൾ പോവാം. അത് ഞാൻ പറഞ്ഞില്ല, അപ്പം എന്ന് തോന്നുന്നു അപ്പോഴേ ചെയ്യുള്ളൂ. ഒരു അഭിനേത്രി എന്ന നിലയിൽ കഥാപാത്രത്തിന്റെ പൂർണ്ണതയ്ക്കു വേണ്ടി സിനിമ ആവശ്യപ്പെടുന്ന എന്ത് അധ്വാനത്തിനും തയ്യാറായ ഒരു ബാലതാരം വിനോദിനിയെപ്പോലെ മറ്റധികം പേരുണ്ടാവില്ല. താൻ അവതരിപ്പിച്ച എല്ലാ കഥാപാത്രങ്ങൾക്കും ശബ്ദം നൽകിയിരുന്നതും വിനോദിനി തന്നെയാണ്. ഭാവതീവ്രമായ രംഗങ്ങളിൽ കൊച്ചുമിടുക്കി പ്രേക്ഷകരുടെ കണ്ണ് നനയിച്ചിട്ടുള്ളതും എത്രയോ വട്ടമാണ്. പിള്ളേരൊക്കെ പറയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ചെവി കേട്ടിരിക്കാൻ പറ്റില്ല, എല്ലാവരും അലറി വിളിക്കുകയാണെന്നുള്ളത്. അപ്പം അത് അന്നത്തെ ഒരു സ്റ്റൈലായിരുന്നു. അത് നല്ലതായിരുന്നു ആ കാലത്ത്. പക്ഷെ ഇപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ബോറായിരിക്കും. ഇന്നത്തെ പോലെ അന്ന് ഇങ്ങനെ ഈ പ്രോംപ്റ്റ് ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല. ഡയലോഗ് ബൈഹാർട്ടായിട്ട് പഠിച്ച് അവതരിപ്പിക്കുക തന്നെ വേണം. അപ്പോൾ ചില സമയത്തൊക്കെ 3 മണി 4 മണിയൊക്കെ ആകുമ്പോൾ വെളുപ്പാങ്കാലത്ത് ഷൂട്ടിങ് കഴിയുമ്പോൾ അപ്പോൾ ഞാൻ ഉറങ്ങിപ്പോവും. അപ്പോൾ അവർ വീട്ടിൽ വന്നിട്ട് ഡബ് ചെയ്യും, വോയിസ് എടുത്ത് ഡബ് ചെയ്തിട്ട് പിന്നെ അത് ചേർക്കും. പക്ഷേ ഞാൻ വേറെ വോയിസ് ഉപയോഗിച്ച് ഞാൻ തന്നെ സംസാരിച്ചിട്ടുള്ളൂ.